നന്ദാരുടെ അച്ഛനെ ഞാൻ കാണിച്ചു തരാൻ പറ്റി. ഹലോ വന്ന് 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 എത്തി 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 എത്തി. അച്ഛൻ ട്രാൻസ് ആണ് അണ്ണാ. അച്ഛൻ ട്രാൻസ് ആണോ? നിന്റെ അച്ഛനാ വാടാ. ഹലോ 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 പറതാരെ എന്തു പറ്റി? എനിക്ക് എന്റെ അനിയനെ കാണണം. അനിയൻ എവിടെ ഉണ്ട്? എന്റെ അനിയൻ എവിടെയാ കണ്ടുപിടിച്ചിട്ടാ? അയ്യോ താര അങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനോ? എനിക്ക് ഒരു ക്ലൂ പോലും ഇല്ലാതെ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു തരും? എനിക്ക് അറിയത്തില്ല, എങ്ങനെയും കണ്ടുപിടിച്ചിട്ടാ. ലാസ്റ്റ് അനിയൻ എവിടെയാണ് കാണാതെ പോയെന്നത് പറയൂ. അതൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോ എന്റെ അനിയനെ കാണണം. ഞാനല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ കള്ളു കുടിച്ച് മരിക്കും. അയ്യോ കള്ളു മദ്യപാനം ഒന്നിനും ഒരു പരിഹാരമല്ല താരെ. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇപ്പം മദ്യപിച്ച് താരൻ്റെ കരളെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ അനിയൻ കാണാൻ വരുമ്പോഴത്തേക്കിന് താരം ജീവിച്ചിരിപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്കറിയില്ല വാസു. എനിക്കെങ്ങനെ എന്റെ അനിയനെ ഒന്ന് കണ്ടുപിടിച്ചു തരാം ഉറപ്പായിട്ട് കണ്ടുപിടിച്ചു തരാം. എനിക്ക് എവിടെയെങ്കിലും പോണം, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോ വാ വണ്ടിക്കകത്ത് കയറി. ഓക്കെ പറ. വാസല്ല, അണ്ണനൊരു കാര്യം അറിയോ? ഇല്ല അറിഞ്ഞൂടാ. എനിക്ക് തന്ന കഞ്ഞിന്ന് 2 സ്പൂൺ എക്സ്ട്രാ കൊടുത്താണ് ഞാൻ എന്റെ അനിയനെ വളർത്തിയത്. കൂടുതലല്ലേ? എന്നിട്ട് എനിക്ക് ആകെ കിട്ടുന്ന 4 സ്പൂൺ കഞ്ഞിയാ. അതില് 2 സ്പൂൺ കൊടുത്താ ഞാൻ അവനെ വളർത്തിയ. എന്നിട്ടോ അവരിപ്പ എന്റെ കൂടെ ഇല്ല. അവന് ചിലപ്പോ വേറെ ആരെങ്കിലും 3 സ്പൂൺ കഞ്ഞി കൊടുത്തിട്ട് പോയാണെങ്കിലോ? ഒരാള് വിഷമം പറയുമ്പോ അങ്ങനെ കൊടുത്തു പോയതല്ല, അവനെ തട്ടിപ്പിടിച്ച് വെച്ചേക്കുവാണല്ലേ? പരിഹാരം ഉണ്ടാക്ക. ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? കരഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ല. നമുക്ക് പരിഹാരം. അയ്യോ അങ്ങനെ പറയല്ലേ താര. എനിക്കാരുമില്ല. ഒരു മിനിറ്റ് താരക്ക് നമ്മളെല്ലാരും ഉണ്ട്, മനസ്സിലായോ? വാസവണ്ണനെ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാൻ താര ജന്മം ജനിച്ചാലും കിട്ടൂല. ഓ എന്തോ ഞാൻ എന്ത് ചെയ്യാ പറ. എനിക്ക് വാസവണ്ണനല്ലേ ഉള്ളൂ. ഓ ഞാനേ ഉള്ളു. ഒരു മിനിറ്റ് എനിക്ക് വേറെ ആരുമില്ല. വാ താര ഇറങ്ങി വാ. ക്രിഞ്ചാലേട്ടത്. എടാ വിഷമം പറച്ചിൽ കുറച്ച് ക്രിഞ്ചൊക്കെ ഉണ്ടാവും. താര ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് കേട്ടോ. വാ താര, എനിക്ക് ഡീറ്റെയിൽസ് മാത്രം കിട്ടിയാൽ മതി. താരയുടെ അനിയൻ എവിടെ ഉണ്ടെങ്കിലും ഈ സിറ്റിയിൽ ഏത് മുക്കിലുണ്ടെങ്കിലും കോണിലുണ്ടെങ്കിലും ഞാൻ പൊക്കിക്കൊണ്ട് തരാം. അതിന് ഏത് താരാദാസ് വന്നാലും അല്ല ബൽറാം വന്നാലും ഞാൻ പൊക്കിക്കൊണ്ട് തരാം. എവിടെ ഉണ്ടെന്ന് മാത്രം ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ മതി. അവനവന്റെ ഡീറ്റെയിൽസും പറയുന്നില്ല അണ്ണാ. ഇവൻ വരും എന്ന് പറയുന്ന അല്ലാതെ ഇവിടെ വരുന്നില്ല. വെളിച്ചപ്പാടായത്. ഞാൻ എങ്ങനെ കാര്യം പറഞ്ഞു എനിക്ക് കരച്ചില് വരുന്നു. ഞാൻ ആരാ പറ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഒരു കുപ്പി ഉണ്ടോ എടുക്കാൻ? ഒറ്റ ഒരെണ്ണം എൻ്റെ കയ്യില്. ഞാൻ എന്നെ വിഷമെല്ലാം പറയട്ടെ. എന്നാ ഞാനും അടിക്കാം. ഒരു മിനിറ്റ്. കള്ള് തിന്നാണ്. അന്നും വളങ്ങിയിട്ട് മറ്റേ ബർഗർ തിന്നു. അത് ബർഗർ സാധനം ഒഴിച്ച ബർഗറാണ്, മനസ്സിലായോ? ഒരു മിനിറ്റ്. ഓക്കെ
കാര്യം പറ. അണ്ണാ ആ പറഞ്ഞോ. എനിക്ക് ആ ബൽറാമിനെ ഇപ്പൊ കൊല്ലണം. ബൽറാമിനെ ഇപ്പൊ കൊല്ലണോ? നാളെ രാവിലെ കൊല്ലാം. ഇപ്പൊ രാത്രിയായില്ലേ? വൈകിട്ട് മതി, വൈകിട്ട് മതി. എന്നാ വൈകിട്ട് കൊല്ലാം. വൈകിട്ടെങ്കിൽ വൈകിട്ട് ഒരു സമയം പറഞ്ഞാൽ നമുക്ക് കൊല്ലു കളയാം. ഓക്കെ, ഞാൻ എണ്ണിക്കുമ്പോ ഉച്ചയാവും. രാവിലെ ആയി പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ എന്തിനു പറയുമായോ? അയ്യോ അപ്പൊ ഞാൻ ഉച്ചക്ക് ഉറങ്ങിയില്ല. ഞാനും ഉറങ്ങിയില്ല, നമ്മൾ രണ്ടുപേരും ഉറങ്ങിയില്ല. നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കുമല്ലോ. അയ്യോ അത് വേണ്ട, ഒരുമിച്ച് ഉറങ്ങാൻ പറ്റില്ല. ഒരുമിച്ച് ഉറങ്ങാൻ നോക്കി വഴക്കുറയും. അല്ല ഇവിടെ കിടക്കുന്ന കാര്യോ പറഞ്ഞേ. അറ ഇവിടെ കിടക്കാം, ഇവിടെ കിടന്നുറങ്ങാം. വലിയ ഉറങ്ങാടാ. കട്ടിലൊക്കെ സെറ്റ്. അയ്യോ ഉറങ്ങല്ല, കാര്യം കാര്യം പറഞ്ഞു, കാര്യം പറയാം. കാര്യം പറ. അയ്യോ അതാ ഉറങ്ങി. അറിയാതെ പറ്റിയതാണേ. വെള്ളം അടിച്ചിട്ട് എന്റെ വയറ്റിൽ കിടക്കുന്നുണ്ടെണ്ണ. എന്നെ അടിച്ച്. അറിയാതെ പറ്റിയതാ. പോട്ടെണ്ണ, അണ്ണനല്ലേ, സാരല്ല. കാര്യം പറഞ്ഞോ, എന്താണ് താരക്ക് പറയാനുള്ളത്? എനിക്കിപ്പോ ആരുമില്ല അണ്ണ. താരക്ക് ജോലിയില്ല. താരക്ക് ജോലി ഞാൻ തരും. അണ്ടി ഫാക്ടറി ഇരിക്കണം, അതിനല്ലേ നമ്മൾ ജോലി തരാം. ഞാൻ PA ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളണ്ണ. എനിക്ക് ആ പടി അറിയത്തുള്ളൂ. അത് മതി. എന്റെ PA നാളെ തൊട്ട് നമ്മുടെ അണ്ടി ഫാക്ടറിയുടെ PA ആര്? താര. അപ്പോയിന്റ്മെന്റ് ലെറ്റർ എഴുതി തരാം. എടാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എഴുതി കൊട്. അല്ലാതെ എനിക്ക് ആരുമില്ല. എന്നോട് ഇത്ര സ്നേഹം ആരും കാണിച്ചിട്ടില്ല. വെള്ളം അടിച്ചു പറഞ്ഞാൽ ലൈഫ് ടൈം വാലിഡിറ്റി. ഒരു ടെർമിനേഷൻ ഇല്ല. അതുകൂടെ പ്രത്യേകം എഴുതി ചേർക്ക്. ടെർമിനേഷൻ ഇല്ല. ബാക്ക്ഗ്രൗണ്ട് വീട് ഇങ്ങോട്ട് മാറിയില്ലേ, ഇവിടോട്ട് മാറിയില്ലേ, സേഫ് ആയിട്ട് നിന്ന്. വേറെ ക്ലോസ് എല്ലാം മാറ്റിയത്, എല്ലാം മാറ്റിയത്. നമുക്ക് എടാ സാലറി മന്ത്ലി ഒരു 2 കോടി ആഡ് ചെയ്ത് തരാം. എനിക്ക് 2 കോടിയോ? ജീവിതത്തിൽ ഇന്നേ വരെ ശമ്പളം കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, താര വെച്ചോ. എടാ 2 കോടി എഴുതണ. അല്ല വേണം. 5 കോടി 5 കോടി എഴുത്. ആസ് പെർ മന്ത് അല്ല, 5 CR പെർ മന്ത്. 5 കോടി എന്ന് പറയുമ്പോ കുറഞ്ഞില്ലേ? എടാ നമ്മുടെ റെപ്യൂട്ടേഷനിൽ അത് കുറഞ്ഞില്ലേ? 15 എഴുത്. എന്റെ തമ്പ് എന്റെ കൈ പിടിച്ച കൊണ്ട് വെച്ച് 10 കോടി. ഈ ലെറ്ററിന് എന്താണ് പേര് പറയുന്നത്? സ്റ്റാമ്പ് ലെറ്റർ അല്ല, ഇത് മറ്റേ ഈ നമ്മള് ഈ കൊടുക്കുന്ന ലെറ്റർ ഇല്ല അണ്ണാ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ. അതെ, താര അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ട് മേടിച്ച് ലെറ്റർ നാളെ തൊട്ട് നമ്മുടെ അണ്ടി ഓഫീസിലെ എന്റെ PA. നാളെ തൊട്ട് അത്രേ ഉള്ളൂ. എന്റെ ഫസ്റ്റ് നെയിം താരാദാസ്, വാലിഡിറ്റി അണ്ടിൽ ലൈഫ് ടൈം. I Parandu Vasu recruiting Taradas as my personal assistant with 10 CR per month.
ടേംസ് ആൻഡ് സൈനിങ് വില്ലി സ്ക്രീം. ഓക്കെ ഓക്കെ സെറ്റ്. ഇത് താരക്ക് കൊടുത്തവര് താരക്ക് കൊടു. ഇത് ഓഫർ ലെറ്റർ. ആദ്യത്തെ പ്രശ്നം സോൾവ്. കിട്ടില്ലേ? ആദ്യത്തെ പ്രശ്നം സോൾവ്. ജോലിയില്ല എന്ന് പറഞ്ഞ പ്രശ്നം സോൾവ്. അടുത്ത പ്രശ്നം പറ. ഞാൻ അണ്ണനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. പിന്നെന്താ കെട്ടിപ്പിടിക്കോ? എന്ത് വേണം ചെയ്തു? ഞാനങ്ങ് നിന്ന് തരുന്നു. അയ്യോ നന്ദിയുണ്ട് അണ്ണ, നന്ദിയുണ്ട്. ഞാൻ ഈ ഉപകാരം ജീവിതത്തിൽ മറക്കൂല. എനിക്ക് നല്ല നന്ദിയുണ്ട്. പെട്ടെന്ന് ഇത്ര തിരക്കുള്ള അണ്ണന് എനിക്ക് വേണ്ടി വന്നല്ലോ. അല്ല താര വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ താര. അണ്ണന് എന്തൊരു സഹായം വേണേലും ഏത് പാതിരാത്രിയിലാണേലും ഈ എന്നെ വിളിച്ചോ, ഈ എന്നെ. അതുപോലെ താരക്ക് എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചോ, ഞാൻ വരും. പറന്നു വന്നിരിക്കും ഈ പരുന്തുവാസു നടക്കുന്നത് മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. പക്ഷെ താരയ്ക്ക് വേണ്ടി പറക്കും. ഈ സിറ്റിയിൽ കൂടെ പറക്കും. പറന്ന് വരും. അണ്ണാ ഈ സന്തോഷ നിമിഷത്ത് ഒരു സെൽഫി എടുക്കണം ഒരിക്കൽ അണ്ണന്റെ കൂടെ. ഓ വാ സെൽഫി എടുക്കാം. വാ ഫോൺ എടുക്ക. തല നൂത്ത് പിടിക്കുക, ഒരുമാതിരി വെള്ളം അടിച്ചു വരെ പോലെ ഇരിക്കില്ല. നേരെ നോക്കി അത് തന്നെ. അണ്ണ നിങ്ങൾ നേരത്തെ കെട്ടിപ്പിടിച്ചോളം നിന്നാ അല്ലെങ്കിൽ ഷെയ്ക്കാൻ്റെ കൊടുക്കണ്ണ. അപ്പൊ നമുക്ക് പത്രത്തിൽ കൊടുക്കാം പുതിയ പരുന്തുവാസുവിന്റെ പുതിയ പി എന്ന് പറഞ്ഞ്. ഇല്ല അഡ്വർടൈസ്മെന്റ് ഒന്നും വേണ്ട, പരസ്യം ഒന്നും വേണ്ട. ഒരു കുട്ടിയുടെ ജീവിതമാണ്. ഇത് മതി എനിക്ക്. എന്തിനാ അഡ്വർടൈസ്മെന്റ്? ആ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. എന്റെ വാൾപേപ്പറാ. ഇപ്പൊ തന്നെ അയക്കാം. അണ്ണ ഫോൺ എടുക്കും അണ്ണ. ഓ ഞാൻ ഫോൺ എടുത്തടാ. ഫോട്ടോ നോക്കട്ടെ. എയർപ്ലെയിൻ മോഡിലാണ് ഫോൺ. അവിടെ വന്നില്ലടാ. വെടി അണ്ണ ഒന്നുകൂടെ എടുക്കാം ഫോൺ. നോക്കട്ടെ. ഓ വന്നു ഇപ്പഴാ വന്നത്. നോക്കട്ടെ. കൊള്ളാം. അണ്ണ ഓ പറഞ്ഞാരാ? അണ്ണ എന്താ ഞാൻ വിളിച്ചപ്പോ ആരാന്ന് ചോദിച്ചേ? അത് ആദ്യം കേട്ടപ്പോ വെള്ളം. ഞാൻ എന്നാലും പൂസല്ലായിരുന്നല്ലോ. പൂസായിരുന്ന സമയത്ത് ശബ്ദം മനസ്സിലായില്ല. ഇപ്പൊ പൂസായപ്പോ ശബ്ദം മനസ്സിലായി. ഇപ്പൊ കണ്ടോ ഞാൻ ആരാന്ന് ചോദിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് താരയാണെന്ന് മനസ്സിലായോണ്ട് ഞാൻ ആരാന്ന് ചോദിക്കുന്നില്ല. പക്ഷെ അന്നേരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല ഞാൻ പൂസല്ലായിരുന്നു. ഏത് അണ്ണ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ? ഒരു കാര്യം ഒന്നല്ല 100 കാര്യം ചെയ്യും. കൗണ്ട് ചെയ്തോ? ഒരു കാര്യം മതി അണ്ണ. അതോ ഒരു കാര്യം പറ. ഒരു പാട്ട് പാടൂ. വെള്ളം അടിച്ചിട്ടിരിക്കുന്ന പാട്ട് വില്ലി ഒരു പാട്ട് പറയണം. താരക്ക് പാടി കൊടുക്കാൻ പറ്റിയ അണ്ണ തനിയെ. അത് തനിയല്ലല്ലോ, ഞങ്ങളിപ്പോ രണ്ടുപേരല്ലേ. അണ്ണ മറ്റേ പാട്ട് പാടോ അണ്ണ? അതൊക്കെ വേണ്ട. വേറെ നല്ല ജില്ലുള്ള പാട്ട് പറ. അടിച്ചുപൊളി പാട്ടാണ്. അടിച്ചുപൊളി പാട്ടാണെങ്കിൽ അണ്ണൻ ഒരു റാപ്പ് പാടണ്ണ എനിക്ക് വേണ്ടി. റൊമാൻറ്റിക് മതി. റൊമാൻറ്റിക് ആണോ? റൊമാൻറ്റിക് പാട്ടാണ്. ഇങ്ങോട്ട് വാ.
അയ്യോ അണ്ണ വീഴല്ലേ. ഇല്ല 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 വീഴുന്നില്ല. ഈ അടുത്തോട്ടുന്നില്ല താര എന്ത് താരാപദം ചേതോഹരം പ്രേമാദ്രമായി പെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ട് വാ. രായനാണോ ബാക്കില്? അല്ല അണ്ണ അല്ല പാടിക്കോ. ഓരോ ചെങ്കുറിഞ്ഞി പൂവിൽ ഋതുചുംബനങ്ങൾ നൽകാം താരാവതം ചേതോഹരം പ്രേമാദ്രമായി പെയ്യുന്നു. അണ്ണ അണ്ണ ഹൈപ്പിച്ചെടുത്തപ്പോ കയ്യിൽ പോയി. താരയുടെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് ഞാൻ സഹായിച്ചു തരും. ഇതിപ്പോ 2 ജോലിയില്ല, ഫിക്സ്ഡ്. ഇനിയിപ്പോ അച്ഛനില്ല, അമ്മയില്ല, ആരെങ്കിലും ഒപ്പിച്ചു തരും. അനിയൻ ആ പുണ്ട ഞാൻ കണ്ടുപിടിച്ചു തരും. അവനെ ഞാൻ കണ്ടുപിടിച്ച നമ്മുടെ അനിയൻ, അവനെ ഞാൻ കണ്ടുപിടിച്ച് തരും. പിന്നെ ജോലി സെറ്റായി. ഇനി എന്താണ് താരക്ക് പ്രശ്നം? ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവനെ കിട്ടുന്ന വരെ ഇതേ ഉള്ളൂ എന്താ പ്രശ്നം. ഒരു പ്രശ്നവുമില്ല, ഞാൻ കണ്ടുപിടിച്ച് തരും. ഒന്നും പേടിക്കണ്ട, താര അതിൽ പേടിക്കേ വേണ്ട. ഒന്ന് നീങ്ങിക്കണം, ഓ അണ്ണ രണ്ടുപേരും സംസാരിച്ചോണ്ട് പറഞ്ഞു താര. വേറെ ഒരു പ്രശ്നമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടി കൊണ്ട് പോവാം. വാ എന്നെ കൊണ്ട് പോവണ്ണ. വാ എന്റെ പോലെ ഞാൻ തന്നെ പിടിച്ചു സ്റ്റെയറിന് കൊടുക്കും പെൺമണിയെ കൊടുക്കും വിദ്യകളാൽ മാടപ്രാവിട പോലെ കൊടുക്കില്ല കടം.